അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സഹോദരീ സഹോദരന്മാരെ, വിശുദ്ധ റമദാൻ, അതിന്റെ അമൂല്യ നിമിഷങ്ങൾ, അതിന്റെ വിലപ്പെട്ട പവിത്രമായ സന്ദർഭങ്ങൾ നമ്മെ വിട്ടു പോകാനൊരുങ്ങുകയാണ്. അതിന്റെ 20 പകലുകൾ നമ്മൾ നിരിക്കാതെ കഴിഞ്ഞു കടന്നുപോയി. അനുഗ്രഹീതമായിരുന്ന അള്ളാഹു നമ്മിലേക്ക് വന്നിറങ്ങിയിരുന്ന, മലക്കുകൾ നമ്മിലേക്ക് വന്ന് കൂടിയിരുന്ന അതിന്റെ രാവുകൾ വളരെ പെട്ടെന്ന് നമ്മിൽ നിന്ന് തീർന്നുപോയി. 20-21 ദിനരാത്രങ്ങൾ കടന്നുപോയി. ഇനി ഏത് സന്ദർഭമാണ് നമ്മൾ കാത്തിരിക്കാൻ പോകുന്നത്? ഇത് അവസാനത്തെ 10 ആണെങ്കിൽ, ഈ റമദാനിലെ അവസാനത്തെ 10 അല്ല, എന്റെ ജീവിതത്തിലെ തന്നെ അവസാനത്തെ 10 ആണെങ്കിൽ, റമദാനിന്റെ അവസാനത്തെ 10 എന്ന് പറയുന്നത് ഹുവ ഖൈറുഹു വ അഫ്ളലുഹു, റമദാനിന്റെ ഏറ്റവും ഹൈറായ സന്ദർഭമാണ്, ഏറ്റവും ഫളലുള്ള, ഏറ്റവും ശ്രേഷ്ഠകരമായ സന്ദർഭമാണ്. സഹോദരന്മാരെ, ഫൽ അസ്റുൽ അവാഹിറു ശിഫാഉൻ ലി അർവാഹിന. ഇനി നമ്മളിപ്പോ ഇങ്ങനെ ഒരുമിച്ചുകൂടി മുന്നോട്ട് പോകാൻ കരുതുന്ന, ശ്രമിക്കുന്ന ഈ രാപ്പകലുകൾ എന്ന് പറയുന്നത്, ഈ അവസാനത്തെ 10ന്റെ സന്ദർഭങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനുള്ള ശമനമാണ്, ശിഫയാണ്, ചികിത്സയാണ്. എന്റെ ആത്മാവ്, എന്റെ നഫ്സ് തുരുമ്പ് പിടിച്ചു പോയിട്ടുണ്ട്, എന്റെ മനസ്സ് കടുത്തു പോയിട്ടുണ്ട്. അള്ളാഹുവിനെ ഓർത്ത് ഒരു തുള്ളി കണ്ണുനീരുറ്റിക്കാൻ കഴിയാത്ത വിധം ഞാൻ അശ്രദ്ധനും അലസനും ദുർബലനുമായി പോയിട്ടുണ്ട്. അതിനൊക്കെയുള്ള ചികിത്സയുടെ സന്ദർഭമാണ്. വത്തത്ഹീറുൽ ലിഖുലൂബിന, നമ്മുടെ ഹൃദയങ്ങളെ ഏറ്റവും ശുദ്ധീകരിക്കാനുള്ള ഒരു സന്ദർഭമാണ്. വറഹ്മത്തും മിർ റബ്ബിന, അള്ളാഹുവിന്റെ കാരുണ്യം വലിയ അളവിൽ നമ്മിലേക്ക് വന്നിറങ്ങുന്ന ഒരു സന്ദർഭമാണ്. ഈ ഒരു ഗൗരവത്തിൽ ഇനിയുള്ള ദിനരാത്രങ്ങളെ, ഇനിയുള്ള രാപ്പകലുകളെ, അവസാനത്തെ 10ന്റെ സന്ദർഭങ്ങളെ നോക്കിക്കാണുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഇനിയും നമ്മൾ മനസ്സിനെ നന്നാക്കിയിട്ടില്ലെങ്കിൽ, ഇനിയും നമ്മൾ ഹൃദയത്തെ സജീവമാക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ, ഈ അവസാനത്തെ 10ന്റെ ഈ അമൂല്യമായ സന്ദർഭത്തിലും നമുക്ക് 2 തുള്ളി കണ്ണുനീർ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ സ്വർഗത്തെയും വിചാരിച്ച് ഒഴിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ, സഹോദരന്മാരെ, ഇനി എപ്പോഴാണ്? നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കുക, ഇതെന്റെ ജീവിതത്തിന്റെ തന്നെ അവസാനത്തെ 10 ആണെങ്കിൽ, ഇനിയും എപ്പോഴാണ് നാം ഖുശൂഇലേക്ക് അണയുവാൻ തീരുമാനമെടുക്കാൻ പോകുന്നത്? ഇനിയും എപ്പോഴാണ് നാം അള്ളാഹുവിനെ കുറിച്ച് വിചാരിച്ച് കരയുവാൻ മറ്റൊരു സന്ദർഭത്തെ തേടാൻ പോകുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഠിനാധ്വാനം ചെയ്യുമായിരുന്നു എന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്റിൽ അവാഹിരി മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹാ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അവസാനത്തെ 10ൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു സന്ദർഭത്തിലുമില്ലാത്ത വിധം അതികഠിനമായി ഇബാദത്തുകളിൽ ഏർപ്പെടുമായിരുന്നു, കർമ്മനിരതനാകുമായിരുന്നു, സജീവമാകുമായിരുന്നു. വകാന യഅ്തഖിഫുൽ അശ്റൽ അവാഹിർ മിൻ റമദാൻ. റമദാനിലെ അവസാനത്തെ 10ൽ അള്ളാഹുവിന്റെ റസൂൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിരിക്കുമായിരുന്നു. ഹത്താ തവഫാഹു അല്ലാഹു അസ്സ വജൽ,
അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുന്നത് വരെ എന്ന് പറയപ്പെട്ട റസൂൽ, ഒന്നുമില്ലാത്ത പാപങ്ങളെല്ലാം വന്നതും വരാനിരിക്കുന്നതുമൊക്കെ പൊറുക്കപ്പെട്ട റസൂൽ. ഇങ്ങനെ ചെയ്യുമ്പോ ഭാരിച്ച വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോയ റസൂൽ, അതിനുശേഷം അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പത്നിമാരും അദ്ദേഹത്തിന്റെ അനുചരന്മാരും ഇഅ്തികാഫിരിക്കുമായിരുന്നു. ഏത് റസൂലാണ് ഈ ഇഅ്തികാഫിരിക്കുന്നത്? ഏത് റസൂലാണ് ഇങ്ങനെ കർമ്മനിരതനാകുന്നത്? എല്ലാം പൊറുക്കപ്പെട്ട റസൂൽ, ഒരു തെറ്റുമില്ലാത്ത റസൂൽ. നിങ്ങളോട് സംസാരിക്കുന്ന എനിക്കൊരു റസൂല് സുജൂദിലായിരുന്നു, റസൂല് സലാത്തിലായിരുന്നു, റസൂല് നിന്നും ഇരുന്നും ഇബാദത്തുകളിലായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൽ നമ്മൾ കേൾക്കുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കുടുംബത്തെ കൂടി ഇതിലൊക്കെ ചേർത്തിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ദഖലൽ അശ്റു അഹിയൽ ലൈൽ, അവസാനത്തെ 10 വന്നാൽ രാവിനെ റസൂൽ സജീവമാക്കും, ജീവസുറ്റതാക്കും. ഉറക്കമില്ല റസൂലിന്, വളരെ കുറഞ്ഞ നേരം. രാവ് മുഴുവൻ സജീവമാണ്, ഹയാത്താണ്. വഅയ്ഖല അഹ്ലഹു, തന്റെ കുടുംബത്തെ വിളിച്ചുണർത്തും, കൂടെ നിർത്തും, കൂടെ ചേർത്തും. വജദ്ദ വശദ്ദൽ മിഅ്സർ, കഠിനാധ്വാനം ചെയ്യും, അരയൊന്ന് മുറുക്കി ഉടുക്കും. ഇല്ലേ, കഴിഞ്ഞ 20 ദിനരാത്രങ്ങൾ ഉള്ളതിനേക്കാൾ അരമുറുക്കി ഉടുത്ത് അള്ളാഹുവിലേക്ക് ചെന്ന് നിൽക്കേണ്ട ഒരു സന്ദർഭമാണ് ഈ സന്ദർഭം. അപ്പൊ നമ്മൾ റസൂലിന്റെ മാതൃകയിൽ നമ്മളും അങ്ങനെയാണ്. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക വൽ ആഖിബത്തു ലിത്തഖ്വ. കുടുംബത്തെ, മക്കളെ, ഇണതുണകളെ, ജ്യേഷ്ഠാനുജന്മാരെ ദീനിയായ കാര്യങ്ങൾ അവരോട് കൽപ്പിക്കുക, നമസ്കാരം കൽപ്പിക്കുക, അതിലവരെ പിടിച്ചു നിർത്തുക, നമ്മൾ അതിലവർക്ക് മാതൃകയാവുക. അങ്ങനെ നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കുടുംബസമേതം റസൂലിന്റെ അടുക്കലേക്ക് ചെന്ന് ചേരുന്ന മുഅ്മിനുകളാകാൻ നമുക്ക് സാധിക്കുക. കുടുംബസമേതം അവസാനത്തെ 10 കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കണം. ലൈലത്തുൽ ഖദർ, ഈ റമദാനിലെ ലൈലത്തുൽ ഖദർ നമ്മിലേക്ക് വന്നു ചേരുകയാണെങ്കിൽ നമ്മളോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട മക്കളുണ്ടാകണം, മക്കൾ കൂടെ വേണം. ഈ റമദാനിൽ, ഈ അവസാനത്തെ 10 നിങ്ങൾ നിങ്ങളുടെ മക്കളിൽ, നമ്മളുടെ മക്കളിൽ ഈമാനിന്റെയും ഇസ്ലാമിന്റെയും ലൈലത്തുൽ ഖദറിന്റെയും റമദാനിന്റെയും സ്വർഗത്തിന്റെയും നരകഭീതിയുടെയും വിത്തിട്ട് നോക്കൂ. ഉറപ്പായും അള്ളാഹുവിന്റെ കാവലിൽ, കരുതലിൽ, അള്ളാഹുവിന്റെ റഹ്മത്തിൽ അതിങ്ങനെ മുളപൊട്ടി മുളച്ചു പൊന്തി വലിയ വടവൃക്ഷമായി മാറുന്നത് നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. ഈ റമദാനിൽ നിങ്ങൾ ഖിയാമുൽ ലൈലിന് പോകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ, ചെറിയ മക്കളെ ആവട്ടെ, ഒന്ന് കൂട്ടി നോക്കൂ. അടുത്ത റമദാനിൽ നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ അലസരായാലും നമ്മൾ കടന്നുറങ്ങുമ്പോഴും നമ്മളുടെ മക്കൾ എഴുന്നേറ്റ് ഖിയാമുൽ ലൈലിന് പോകുന്നത് കാണാൻ നമുക്ക് കഴിയും. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാത്തിനാ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. ലഹരി മലയാളി ചെറുപ്പത്തെ, മലയാളി സമൂഹത്തെ അതിശക്തമായിട്ട് കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗ്യാരണ്ടിയുമില്ല എന്റെ മകൻ ലഹരിയുടെ ചുഴിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് വന്നണയുമെന്ന്. നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ്. ഒരു മുഅ്മിനിനും, ഒരു ആബിദിനും, ഒരു നല്ല മുസ്ലിമിനും, ഒരു നല്ല കുടുംബത്തിനും മക്കളെക്കുറിച്ച് ഗ്യാരണ്ടി എടുക്കാൻ പറ്റാത്ത ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഅയ്ഖല അഹ്ലഹു, കുടുംബത്തെ ഉണർത്തി കൂടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ, നമുക്ക് നമ്മുടെ മക്കളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ കൂടെ നിർത്താൻ പറ്റണം. അങ്ങനെ മക്കള് അവരുടെ ഒരു ജീവിതത്തിൽ നമ്മളിങ്ങനെ നോക്കി നിൽക്കുക, നമ്മളെക്കാൾ ഈമാനിൽ, നമ്മളെക്കാൾ തഖ്വയിൽ,
നമ്മളെക്കാൾ ആത്മവിശുദ്ധിയിൽ ഇങ്ങനെ എഴുന്നേറ്റ് നമസ്കരിക്കുന്നത് കാണുമ്പോ കൺകുളിർമയുണ്ടാകുന്ന ഒരു ജീവിതാനുഭവം നമുക്കുണ്ടാകും. അതുകൊണ്ട് ഈ 10 അതിലെ രാപ്പകലുകളെ നമ്മൾ ജീവസ്സുറ്റതാക്കുക, നമ്മുടെ മുൻഗണനകളൊക്കെ മാറ്റുക. റമളാനിന്റെ 20 ദിനങ്ങൾ പിന്നിട്ടിരിക്കെ നമ്മൾ ചില ടൈം ടേബിളുകൾ ഇപ്പൊ വെച്ചിട്ടുണ്ടാകും. പെരുന്നാളിന് വേണ്ടിയുള്ള ഷോപ്പിംഗ് റമളാനിന്റെ അവസാനത്തെ 10 രാവുകളിൽ. മുൻഗണനകളെ മാറ്റണം. അള്ളാഹുവുമായുള്ള കരാർ പുതുക്കുന്ന ഒരു സന്ദർഭമാക്കിയിട്ട് ഇനിയുള്ള രാവുകളെ നമ്മൾ മാറ്റണം. ജീവിതത്തെ ഈ ലൈലത്തുൽ ഖദറിലും അവസാനത്തെ 10 കേന്ദ്രീകരിക്കാൻ നമുക്ക് സാധിക്കണം. അവയവങ്ങൾ ഓരോന്നും ഈ 10 സജീവമാകട്ടെ. നമ്മുടെ ഹൃദയം അള്ളാഹുവിന് വേണ്ടി തേങ്ങിക്കൊണ്ടിരിക്കട്ടെ. നമ്മുടെ കാലുകൾ അള്ളാഹുവിന്റെ ഭവനത്തെ ലക്ഷ്യമാക്കി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കട്ടെ ഈ രാവുകളിൽ. നമ്മുടെ കൈകൾ അള്ളാഹുവിന്റെ പള്ളിയിൽ അള്ളാഹുവിലേക്ക് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടേയിരിക്കട്ടെ. നമ്മുടെ കണ്ണുകൾ കരയാൻ അശക്തമാണെങ്കിലും ഈമാനിന്റെ കുറവുകൊണ്ട്, തഖ്വയുടെ കുറവുകൊണ്ട്, അള്ളാഹുവിനെ നിരന്തരം കാണാനും ഉൾക്കൊള്ളാനും അനുഭവിക്കാനുമുള്ള ശേഷിക്കുറവുകൊണ്ട് എന്റെ കണ്ണുകൾക്ക് കരയാനുള്ള ശേഷിയില്ലെങ്കിൽ കരയുന്നതായി ഇങ്ങനെ കാണിച്ചുകൊണ്ടെങ്കിലും നമ്മുടെ കണ്ണുകളെ ഈ റമളാനിന്റെ അവസാനത്തെ രാവുകളിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. ഒടുവിൽ ലിതനാലുൽ അഫ്വ വൽ മഗ്ഫിറ, അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് ഏറ്റുവാങ്ങിയ, അള്ളാഹുവിന്റെ അഫ്വ് ഏറ്റുവാങ്ങിയ മുഅ്മിനുകളുടെ കൂട്ടത്തിൽ പെടാൻ നമുക്ക് സാധിക്കണം. റബ്ബ് പറഞ്ഞ ഒരു കൂട്ടരില്ലേ, ലൈലത്തു ഗുഫ്റാനി ദുനൂബ്, എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുന്ന ഒരു രാവ്. ഇന്നലെ ജനിച്ചു വീണ ഒരു കുഞ്ഞിന്റെ വിശുദ്ധിയിൽ എനിക്ക് നാളത്തെ പ്രഭാതത്തിൽ എന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ എന്നെ യോഗ്യനാക്കുന്ന ഒരു രാവ്. മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ശുദ്ധിയോടുകൂടി ഇഅ്തികാഫിന്റെ സമയമാണ്. ജുനൂബുഹും അനിൽ മലാജി യദഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ വിചാരിച്ചിട്ട്, അള്ളാഹിനോടുള്ള സ്നേഹം മൂത്തിട്ട്, അള്ളാന്റെ നരകത്തെ പേടിച്ചിട്ട്, അടുത്ത റമളാനിൽ ഞാനില്ലെങ്കിൽ ഈ റമളാൻ നഷ്ടപ്പെടുത്തിയതിന്റെ, ഈ ലൈലത്തുൽ ഖദർ നഷ്ടപ്പെടുത്തിയതിന്റെ, ഈ അവസാനത്തെ രാവുകൾ നഷ്ടപ്പെടുത്തിയതിന്റെ പേരിൽ ഞാൻ നരകത്തിലെത്തിപ്പോകുമല്ലോ എന്ന് പേടിച്ചിട്ട് ഖൗഫൻ വതമഅൻ, അള്ളാഹുവിനോടുള്ള ഹുബ്ബിനാലും അള്ളാഹുവിനോടുള്ള ഭയത്താലും വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നവർ, ശരീരം ഇങ്ങനെ പൊന്തിപ്പോകുന്നവർ, അള്ളാഹു നൽകിയതിൽ നിന്ന് ഈ ദിനരാത്രങ്ങളിൽ ധാരാളമായിട്ട് ചെലവഴിക്കുന്നവർ. ഒരു 10 റിയാലിന് മാത്രം വകയുള്ള ഒരാളാണ് ഞാനെങ്കിൽ, എന്നേക്കാൾ വക കുറഞ്ഞ ഒരു മനുഷ്യന് ഒരു 10 റിയാൽ നൽകിക്കൊണ്ട് ഈ ലൈലത്തുൽ ഖദറിനെ, ഈ അവസാനത്തെ 10 ഞാനിങ്ങെടുക്കും എന്ന് തീരുമാനിക്കാൻ ഏത് ദുർബലനായ മനുഷ്യനും സാധിക്കും. നമ്മൾ എത്ര കൊടുക്കുന്നു എന്നതല്ല, 1000 കൊടുക്കുന്നുവോ 10,000 കൊടുക്കുന്നുവോ എന്നതല്ല. എന്റെ കഴിവിൽ, എന്റെ മനസ്സിൽ ഞാൻ അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചു വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, ചെലവഴിക്കുന്നവർ. വല്ലദീന യുഅ്തൂന മാ അതൗ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. ഞാൻ ഈ ഇരുത്തൊക്കെ കഴിഞ്ഞ് നാളത്തെ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നാളത്തെ നോമ്പ് തീരുന്നതിന് മുമ്പ് അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടിവനാണ് എന്ന ബോധത്തോടെ ഹൃദയം നടുങ്ങിക്കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർ. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്തി വഹും ലഹാ സാബിഖൂൻ, അവരാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ മത്സരിച്ച് മുന്നേറുന്നവർ. ഈ റമളാനിന്റെ അവസാനത്തെ 10 മുഴുവൻ നന്മകളെക്കുറിച്ചും ജാഗ്രത കൊള്ളുന്നവരവരാണ് എന്ന് ഖുർആൻ പറയുമ്പോ ആ ഒരു ഗൗരവത്തിൽ ഈ ഒരു നിമിഷത്തെ, ഈ ഒരു സന്ദർഭത്തെ എടുക്കുവാൻ നമുക്ക് സാധിക്കണം. 2 കാരണങ്ങൾ റസൂൽ ഇത്രയും സജീവമായതിന്, റസൂലിന്റെ സഹാബത്ത് ഇത്രയും സജീവമായതിന്. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, ആരാണ് സജീവമാകുന്നത്? അള്ളാഹുവിന്റെ റസൂൽ. അല്ലാണ്ട് റസൂൽ ഇത്രയൊക്കെ സജീവാകണ്ട, ഇത്രയൊക്കെ ത്യാഗം സഹിക്കേണ്ട കാര്യമുണ്ടോ? ഇത്രയൊക്കെ സുജൂദിൽ വീഴേണ്ട കാര്യമുണ്ടോ?
കാലിൽ നീര് വരുന്നത് വരെ ഇന്ന് നമസ്കരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. പക്ഷേ റസൂൽ സജീവമാവുകയാണ്. പിന്നെ ആരാണ് റസൂലിനൊപ്പം സജീവമാകുന്നത്? അബൂബക്കറിൻ ഫിൽ ജന്ന, നേരിട്ട് സ്വർഗത്തിലാണ് എന്ന് തൊട്ട് കാണിച്ചു കൊടുക്കുന്ന അബൂബക്കർ. റസൂൽ ഇങ്ങനെ തൊട്ട് കാണിച്ചു കൊടുക്കുകയാണ്, അബൂബക്കർ സ്വർഗത്തിലാണ്. ഉമറുൻ ഫിൽ ജന്ന. ഇങ്ങനെയുള്ള മനുഷ്യർ, ഇങ്ങനെയുള്ള സഹാബിമാർ, ഇവരാണ് സജീവമാകുന്നത്. സജീവമാകുന്നതിന്റെ രഹസ്യം വുജൂദു ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ ഉണ്ട് എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു, ഇൽതമസൂഹാ മിനൽ അശ്റിൽ അവാഖിരി മിൻ റമളാൻ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? അവസാനത്തെ 10 ഈ ലൈലത്തുൽ ഖദറിനെ അന്വേഷിക്കുക. തഹറൗ ലൈലത്തുൽ ഖദർ ഫിൽ അശ്റിൽ അവാഖിരി മിൻ റമളാൻ. മുത്തഫഖുൻ അലൈഹി. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ റമളാനിന്റെ ഒടുവിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക, അതിനുവേണ്ടി നിങ്ങൾ നിലകൊള്ളുക. ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ ഉത്തമമാണത്. വഅൻതും ആകിഫൂന ഫിൽ മസാജിദ് എന്ന് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇഅ്തികാഫിരിക്കുന്ന സന്ദർഭമാണ്. ഇഅ്തികാഫ് പറയുന്നത് പള്ളിയിൽ അള്ളാഹുവിന് വേണ്ടി തനിച്ചാകുന്നതിന്റെ ഒരു പേരാണ്. റബ്ബിനോടൊപ്പം ആകുന്നതിന്റെ ഒരു സന്ദർഭമാണ്. മറ്റെല്ലാറ്റിൽ നിന്നും, ദുനിയാവിന്റേതായ മറ്റെല്ലാറ്റിൽ നിന്നും നമ്മെ മുറിച്ചു കളയലാണ്. പരമാവധി അള്ളാഹുവിലേക്ക് ചെന്നണഞ്ഞും അള്ളാഹുവിലേക്ക് ചേർന്ന് നിന്നും അള്ളാഹുവിനോട് ദുആ ചെയ്തും അങ്ങനെ മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. രണ്ടാമത്തത്, അവസാനത്തെ 10 ഇത്രയും സജീവമാകേണ്ടതിന്റെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഇന്നഹാ ഖിതാമുശ് ശഹർ. ഇതെന്താണ്? മാസത്തിന്റെ റമളാനിന്റെ ഒടുക്കമാണ്, റമളാനിന്റെ അവസാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലേ, അൽ അഅ്മാലു ബിൽ ഖവാതീം. പ്രവർത്തനങ്ങൾ അതിന്റെ അവസാനം കൊണ്ടാണ്. അവസാനം നന്നാക്കുകയാണ് വേണ്ടത്, അതിലുള്ള കുറവുകളല്ല. അവസാനത്തിലുള്ള പൂർണ്ണതയോടുകൂടി അമലുകൾ തീരേണ്ടത് എന്ന് അദ്ദേഹം പറയാണ്. ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ. ഈ അവസാനത്തെ 10 ഒരു രാവുണ്ട്, 1000 മാസങ്ങളെക്കാൾ പ്രധാനപ്പെട്ട ഒരു രാവ്. മൻ ഹുരിമ ഖൈറുഹാ ഫഖദ് ഹുരിം. ആർക്കെങ്കിലും അത് നഷ്ടപ്പെട്ടാൽ, എത്ര റമളാനായി നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ അവസാനത്തെ 10കളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നു. 45 റമളാനുകൾ. ഒരു 5 റമളാൻ പ്രായപൂർത്തിയാകാതെ കഴിച്ചാൽ 40 റമളാനുകൾ കഴിഞ്ഞിട്ടും അള്ളാനെ ഒന്ന് കണ്ടുമുട്ടാൻ സാധിക്കാതെ പോയ ഞാൻ, അള്ളാന്റെ റസൂലിനെ ഒന്ന് കണ്ടുമുട്ടാൻ സാധിക്കാതെ പോയ ഞാൻ, അള്ളാന്റെ മലക്കുകൾ എന്റെ മുട്ടിനോട് ചേർന്ന് ഞാൻ പള്ളിയിൽ ഇരിക്കുമ്പോ എന്റെ മുട്ടിനോട് മുട്ട് ചേർത്തി വെച്ച് മലക്കുകൾ ഇരിക്കാൻ വന്നിട്ട് ആ മലക്കിനെ ആട്ടിപ്പായിക്കുന്ന വിധം അലസമായിട്ട് ഖുർആൻ ഓതിയ, അലസമായിട്ട് ദിക്ർ ചൊല്ലിയ, അലസമായിട്ട് നമസ്കരിച്ച ഞാൻ, എന്റെ മുന്നിലെ അവസാനത്തെ ഒരു സന്ദർഭമാണ്. ഹദീസുകളിൽ അല്ലെങ്കിൽ വായിക്കുമ്പോൾ നമ്മൾ കാണും, ഇനിയുള്ള രാപ്പകലുകൾ എന്ന് പറയുന്നത് ഭൂമി ഇത്രയും വിശാലമാണ്. പക്ഷെ ഭൂമി ഇത്രയും വിശാലമായിരിക്കെ തന്നെ ഭൂമി ഇടുക്കമുള്ളതായിട്ട് മാറും. എന്തുകൊണ്ട്? ആകാശലോകത്ത് നിന്ന് മലക്കുകൾ ഇങ്ങനെ വന്ന് നിറഞ്ഞിട്ട് ഭൂമിയിൽ നടക്കാൻ, കാലുവെക്കാൻ ഇടമില്ലാത്ത വിധം ഭൂമി ഇടുക്കമുള്ളതായിട്ട് മാറുമെന്ന് പറയുമ്പോ ആ ആത്മീയതയെ നമ്മൾ പരിഗണിക്കണം. നമ്മൾ പരിഗണിക്കാത്തവരാണ് എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഉള്ളതിനേക്കാൾ നമ്മൾ പരിഗണിക്കണം. നമ്മളെ വീടുകളിൽ, നമ്മളുടെ മക്കളുടെ അടുക്കൽ മലക്കുകൾ വന്നിരിക്കുന്നുണ്ട്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിരിക്കുന്നുണ്ട്. മറ്റ് മലക്കുകൾ വന്നിരിക്കുന്നുണ്ട്. എന്റെ സഫിൽ, എന്റെ മുസല്ലയിൽ ഞാൻ ഖുർആൻ ഓതുന്നിടത്ത് എന്റെ പ്രിയപ്പെട്ട റബ്ബിന്റെ സാന്നിധ്യമുണ്ട്. അവൻ എന്നിലേക്ക് വന്നെടുക്കുകയാണ്. ഈ ഒരു മനസ്സോടുകൂടി ഇനിയുള്ള രാപ്പകലുകളെ കാണാൻ നമുക്ക് സാധിക്കണം. പ്രാർത്ഥനയുടെ സന്ദർഭമാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവൻ കരീമുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. ഇത്രയും ദിവസങ്ങളായി, 400 ദിവസങ്ങളായിട്ട് നിരന്തരം ബോംബ് വർഷിച്ചുകൊണ്ടിരിക്കുന്നത് സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഈ താല്പര്യങ്ങൾ നിൽക്കണം. റമളാനിന്റെ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ നമ്മൾ അതിശക്തമായിട്ട് പ്രാർത്ഥിക്കണം.
അല്ലാഹുവേ ഈ ദുശക്തികളെ നീ പരാജയപ്പെടുത്തണമേ തമ്പുരാനെ. അല്ലാഹുവരെ നീ നശിപ്പിക്കണമേ തമ്പുരാനെ. ഇസ്ലാമിക ലോകത്തിന് മുന്നോട്ട് പോകാനുള്ള തുറച്ചു കിട്ടും വിധം ഈ ശക്തികൾ തകർക്കപ്പെട്ട് നശിപ്പിക്കപ്പെട്ട് ഫലസ്തീൻ ഖുദ്സ് വിമോചിതമാകുന്ന ഫലസ്തീനികൾ ഈ ഒരു നൂറ്റാണ്ട് കാലമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളെ മറികടക്കാൻ അവർക്ക് കഴിയുന്ന പരാജയപ്പെടാത്ത ഒരു ജനതയായിട്ട്, വിജയിക്കുന്ന വിമോചിപ്പിക്കപ്പെടുന്ന ഒരു ജനതയായിട്ട് മാറാനുള്ള അവരുടെ അഭിലാഷത്തെ അല്ലാഹുവേ നീ അത് പൂർത്തീകരിച്ചു കൊടുക്കണമേ തമ്പുരാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ ദുനിയാവും പരലോകവും എനിക്ക് കിട്ടണേ, ഞങ്ങൾക്ക് നൽകണേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റും. അതിനാൽ സഹോദരന്മാരെ, ഗൗരവമുള്ളതാണ് സന്ദർഭം, തമാശയായിട്ടുള്ള ഒരു സന്ദർഭമല്ല. ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. നരകത്തെ, അതിന്റെ ചൂടിനെ, അതിന്റെ ജ്വാലയെ ആർക്കാണ് തടുക്കാൻ സാധിക്കുക? റമളാനിൽ പോലും ഞാൻ നമസ്കാരത്തിൽ അലസനാണ്. ഇപ്പോ ജുമ നിസ്കരിച്ചില്ലേ? ഇപ്പൊ ജുമ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ മനസ്സെവിടെയൊക്കെയായിരുന്നു. എപ്പോഴാണ് ഞാൻ അലസമാകുന്നത്? ഈ പള്ളിയിൽ എന്റെ നേരെ മുന്നിൽ എന്റെ റബ്ബ് എന്നെ സ്വീകരിക്കാൻ, എന്നെ തൊടാൻ, എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, എന്നെ കടാക്ഷിക്കാൻ വന്നു നിൽക്കുമ്പോ ഞാൻ അവിടെ ഇല്ല. എന്റെ ശരീരം മാത്രമേ അവിടെ ഉള്ളൂ. എന്റെ മനസ്സില്ല, എന്റെ ശ്രദ്ധയില്ല, ഞാൻ പരിഗണിക്കുന്നില്ല. അള്ളാന്റെ മലക്കുകൾ വന്നിട്ട് എന്നെ ഇങ്ങനെ പൊതിയാൻ, എന്റെ കുടുംബത്തെ പൊതിയാൻ, എന്റെ മക്കളെ പൊതിയാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ അവിടെ നിന്ന് അശ്രദ്ധമായിട്ട് വഫലത്തോടുകൂടി കുതറി മാറി ഓടിപ്പോവുകയാണ്. അങ്ങനെയല്ല ഈ സന്ദർഭത്തെ നമ്മൾ കാണേണ്ടത്. മരിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, ശേഷം ലിയൗമിൻ അലീം, മഹത്തായ ഒരു ദിനത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് നമുക്ക് ധാരണയുണ്ടെങ്കിൽ, യൗമുൽ ഹശ്ർ, മഹ്ശറയിൽ നഗ്നരായി, നഗ്നപാതരായി, അതികഠിനതയിൽ, വളരെ പ്രയാസത്തിൽ, പേടിയിൽ, വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കേണ്ടി വരുമെന്ന ഒരു തോന്നൽ എനിക്കുണ്ടെങ്കിൽ, ഈ പറയപ്പെട്ടതൊക്കെ ഓരോന്നോരോന്നായി എന്റെ മേൽ ഒഴിക്കപ്പെടും. അള്ളാഹുവിന്റെ മലക്കുകൾ വന്നിട്ട് ഒഴിക്കും. ശരീരമാസമകലം ഇങ്ങനെ ഒഴിച്ചു തരുമെന്ന ബോധമുണ്ടെങ്കിൽ ഇത് നമ്മുടെ അവസാനത്തെ സന്ദർഭമാണ്. നമുക്ക് ഈ ലൈലത്തുൽ ഖദർ കിട്ടിയേ മതിയാകൂ. അതുകൊണ്ട് മുൻഗണനകൾ മാറ്റണം, അജണ്ടകൾ മാറ്റണം, ടൈം ടേബിൾ മാറ്റണം. എന്നിട്ട് അള്ളാഹുവിലേക്ക് ചേർന്ന് നിൽക്കാനും അണയാനും നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലൈലത്തുൽ ഖദർ കിട്ടുന്ന മുഅ്മിനുകളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്, ഗസയിലെ നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ പ്രിയപ്പെട്ടവർ, അവര് ഈ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കടുത്ത പരീക്ഷണത്തെയാണ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കിരാതമായ ആക്രമണത്തെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക നേരിട്ട് അവരുടെ മേൽ ബോംബ് വീഴ്ത്തുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കണം. ഒരു നൂറ്റാണ്ട് കാലമായി തുടരുന്ന ഇസ്ലാമിനും ഇസ്ലാമിക സമൂഹത്തിനും ഇസ്ലാമിക ലോകത്തിനുമെതിരായ ഇത്ര ശക്തമായ, നീചമായ പലതരം ആക്രമണങ്ങൾ. ഇറാഖില് ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ കൊന്നത് അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ്, ഒരു കാര്യത്തിനു വേണ്ടിയല്ല. അഫ്ഗാനിസ്ഥാനിൽ കുഞ്ഞുമക്കളെയും സ്ത്രീകളെയും കൊന്നു തള്ളിയത് അതിനു വേണ്ടിയാണ്. ഇപ്പൊ ഗസയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, വെള്ളിയാഴ്ച രാവിലെ അവിടെ ബോംബ് വീണിട്ട് പടഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞു പൈതലിനെ നമ്മൾ കാണുന്നുണ്ട്. അല്ലാഹുവേ, അത്തരം 1000, 10,000, 10,000കണക്കിന് കുഞ്ഞുങ്ങൾ ഇങ്ങനെ വെന്ത് നീറി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവേ, ഞങ്ങൾ നിന്നിലേക്ക് കൈ ഉയർത്തുകയാണ്. അവരെ ഇങ്ങനെ, ആ കുഞ്ഞുമക്കളെ ഇങ്ങനെ ഇതിന് വിധേയമാക്കുന്ന ആ ദുശക്തിയെ നീ നശിപ്പിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ പകൽ അവർക്കുള്ള ശിക്ഷയുടെ പകലാക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ രാവ് അവർക്കുള്ള ശിക്ഷയുടെ രാവാക്കണമേ തമ്പുരാനെ. ആ സഹോദരന്മാർക്ക് നീ കരുത്ത് നൽകണമേ തമ്പുരാനെ. എല്ലാ കൊടിയ ചതികളെയും അതിജീവിച്ച് അവരാഗ്രഹിക്കുന്ന ഒരു വിമോചനത്തിലേക്കും ഒരു പുതു സ്വപ്നത്തിലേക്കും പുതുപ്രഭാതത്തിലേക്കും സഞ്ചരിക്കുവാനുള്ള തൗഫീക്കും ശക്തിയും നിന്റെ ഭാഗത്തു നിന്നുള്ള കാവലും നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ.
അല്ലാഹുവേ, ജന്നാത്തുൽ ഫിർദൗസിൽ ലൈലത്തുൽ ഖദർ കിട്ടിയിട്ട്, അവസാനത്തെ 10 അനുഗ്രഹീതമായ രാപ്പകലുകൾ കിട്ടിയിട്ട്, അതിൽ അമലുകൾ ചെയ്യാൻ തൗഫീഖുണ്ടായിട്ട്, അതിന് നീ ഞങ്ങളെ അനുഗ്രഹിച്ചിട്ട് ഈ ഇരിക്കുന്നത് പോലെ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂടുവാനുള്ള തൗഫീഖ് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് طيب سراهم وجعل الجنة مأواهم اللهم أجرنا من النار اللهم آتك ركابنا من النار اللهم إنك عفو كريم تحب العفو فاعف عنا ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أيد أيدينا على القوم الكافرين اللهم أعز الإسلام والمسلمين وأذل الظالمين وأذل الكفر والكافرين وأذل النفاق والمنافقين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.